ഇത് പൊൻകുന്നമലയിലുള്ള വേസ്റ്റുകളാട്ടോ. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് പൊൻകുന്നമല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ഇവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ കൊണ്ടുപോയിട്ടല്ല കേട്ടോ, അത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് നിങ്ങളിപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു പേരിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു കമ്പി കെട്ടിയിട്ട് ഒരു ഇത് വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ആൾക്കാർ ഇപ്പം കോഴിക്കോടിന്റെ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് പൊൻകുന്നമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഈ ഒരു പ്ലാസ്റ്റിക് മാലിന്യം അല്ലേ, ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യമാണ് നമ്മളെ ഈ ഒരു പ്ലേസിലുള്ളത്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു പ്ലേസ് ആണ്. അപ്പം ഇവിടെയുള്ള പഞ്ചായത്ത് ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു വേസ്റ്റ് ഇങ്ങനെ ഒരു വേസ്റ്റ് വരുമ്പോൾ നമ്മളെ അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് വലുതാക്കാം, ഒന്ന് എടുത്ത് വെക്കാനുള്ള സൗകര്യം കുറച്ചുകൂടി ഒന്ന് വലുതാക്കി വെക്കുക. കാരണം അത്രയും ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ. രണ്ട് കുപ്പിടുമ്പോഴത്തേക്ക് ഇത് നിറഞ്ഞു പോകും. പിന്നെ അത് കൂടാതെ നമ്മളാരെ പരിഹസിക്കാനോ നമ്മളാരെയും നാണം കെടുത്താനോ ഇത് വേണ്ടി ചെയ്യുന്നതല്ല. നമ്മളിത് പഞ്ചായത്ത് അധികൃതര് ഇതറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. കാരണം ഇത്രയും നല്ലൊരു ഭംഗിയുള്ള ഒരു പ്രദേശം സ്ഥലം വൃത്തികേടായിട്ട് കാണുമ്പോൾ ഭയങ്കര വീഡിയോ ലാസ്റ്റ് നമ്മൾ ഇടും, മൊത്തത്തിലുള്ള ഒരു വീഡിയോ ഇട്ട് തരാം. എന്താ വെച്ചാല് ഇത് സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ മൂട്ടിൽ ബൗണ്ടറി ഇങ്ങോട്ട് മൂട്ടിൽ ഭഗവതി ക്ഷേത്രം ഭാഗത്താണ് ഈ വൃത്തികേടുള്ളത്. ഈ ഭാഗത്ത് ഇതുപോലുള്ള വേസ്റ്റുകളുണ്ട്. അപ്പം അതൊന്ന് വൃത്തിയാക്കാനുള്ള ഒരു ഇത് ചെയ്യണം, പഞ്ചായത്ത് ചെയ്യണം എന്നാണ് ഞങ്ങളൊരു അഭ്യർത്ഥന. അപ്പൊ നമ്മൾ ഒരു പാർട്ടിയിലുള്ള ആൾക്കാരല്ല, നമുക്ക് ഒരു സംബന്ധമില്ല. നമ്മള് വോയിസ് ഓഫ് കോഴിക്കോട് എന്ന ചാനല് നമ്മൾ കോഴിക്കോടിന്റെ എല്ലാ ഭാഗത്തുള്ള ഇതുപോലുള്ള വേസ്റ്റുകളും അതുപോലെ തന്നെ അല്ലെ എല്ലാ സംഗതികളും നമ്മൾ തുടർന്ന് വീഡിയോയിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾ ആരെ പരിഹസിക്കാനോ ഞങ്ങൾ ആരെ ബുദ്ധിമുട്ടിക്കാനോ ചെയ്യുന്നതല്ല.